ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ഭൂതത്താൻകെട്ട് എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. നമ്മളോട് ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ 2-3 സുഹൃത്തുക്കളോടും ഉണ്ട്. അപ്പോൾ ഇത് അശ്വിൻ, ഇത് ശ്രീരാഗ്, ഇത് മിഥുൻ. പറഞ്ഞത് നമ്മുടെ ആൾക്കാർ ഭൂതത്താൻകെട്ടെന്ന് പറയുന്ന പഴയ ഈ ചരിത്രമൊക്കെ പറയുന്ന കഥകളിലുള്ള ആ ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ആ വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും കാണുക. ഈ സ്ഥലത്ത് വന്നിട്ടില്ലെങ്കിൽ ഇതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നിങ്ങൾ വരാൻ വേണ്ടി എന്തായാലും പ്ലാൻ ചെയ്ത് നോക്കിയോ. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോവാം. പെരിയാർ നദീതട ജലസേചന പദ്ധതി ഭൂതത്താൻകെട്ട് ഒരു ആർച്ചൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഇടത് സൈഡിലായിട്ടൊരു ചേട്ടൻ നിന്നിട്ട് നമ്മുടെ പാർക്കിംഗ് ഫീസൊക്കെ കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് ക്യാഷ് മാത്രമേ ഇവിടെ എടുക്കുകയുള്ളൂ. ഈ കാണുന്നതാണ് ഭൂതത്താൻകെട്ടിൻ്റെ എൻട്രി. പുതിയ ഭൂതത്താൻകെട്ട് അണക്കെട്ടിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഓപ്പോസിറ്റ് സൈഡിലുള്ള റോഡിലേക്ക് നമ്മൾ വന്നു. അപ്പോൾ അവിടെ നിന്നിട്ടുള്ള കാഴ്ചകളാണിത്. അവിടെ നിന്ന് കാണുമ്പോൾ ഈ ഷട്ടറിനകത്തൂടെ വെള്ളം വരുന്നതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ആ റോഡിലൂടെ മുമ്പോട്ട് സഞ്ചരിക്കുകയാണ്. ഇവിടെ നിന്ന് 200 മീറ്റർ അവളം മാറിയാണ് നമ്മുടെ പഴയ ഭൂതത്താൻകെട്ടിലേക്ക് പോകുന്നതിൻ്റെ പാസ്സൊക്കെ എടുത്ത് അകത്തേക്ക് പോകാനുള്ള ആ കാടിൻ്റെ എൻട്രി വരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള പുതിയ ഡാമിൻ്റെ കാഴ്ചകളാണിത്. നമ്മൾ പഴയ ഭൂതത്താൻകെട്ട് ഉള്ള സ്ഥലത്തേക്ക് പോവുകയാണ്. നമ്മൾ ഒരു കാടിനകത്തൂടെയാണ് പോകുന്നത്. പഴയ ഭൂതത്താൻകെട്ടിലേക്ക് പോകുന്ന വഴി ഒരു കൊച്ചു കാടിനകത്തൂടെയാണ് ഫുള്ള് യാത്ര. നമ്മളോട് ഒരു ഗൈഡ് ചേട്ടനുണ്ട്. ചേട്ടനെ നമുക്ക് പരിചയപ്പെടാം. ഇപ്പോൾ നമ്മൾ നേരെ കാട്ടിനകത്തൂടെ കയറി അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന ഈ വഴിയാണ് ഇത് സ്ഥിരമായിട്ട് ആന വരുന്ന ആനത്താര എന്ന് പറയും. ഓക്കെ. അപ്പോൾ ഈ വഴിക്കോട് നമ്മൾ വരുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത്, വേനൽക്കാലത്താണ് ആദ്യം തന്നെ തൊട്ടടുത്ത് പെരിയാർ എന്ന് പറഞ്ഞ പുഴയാണ്. അപ്പോൾ അവിടെ വെള്ളം കുടിക്കാൻ വേണ്ടി വരുവാണ്. അപ്പോൾ ആളുകളെ കാണുമ്പോൾ ഇത് വയലൻ്റായി പ്രശ്നങ്ങളുണ്ടാക്കും. അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കാറ്റിൽ കയറി നമ്മൾ കൂടുതൽ ശബ്ദം ഉണ്ടാക്കരുത്. അങ്ങനെ ഉണ്ടാക്കാതിരുന്നാൽ ഒരു 350-400 മീറ്റർ അകലെ ആന നിൽപ്പുണ്ടെങ്കിൽ അറിയണത് ചെവി അടിക്കണ ഒച്ചയും ആ കാറ്റിങ്ങോട്ടാണ് അവരുടെ സ്മെല്ലും. അത് രണ്ടും കൂടെ ഒരു ഒത്ത് കിട്ടിയാൽ കുടന്ന കക്ഷികളെ മാറ്റിയെടുത്തിട്ട് അതിനെ പോയി പയ്യെ ഇരമ്പി ഓടിച്ചിട്ടാണ്, ക്ലിയർ ആണെങ്കിൽ മാത്രമേ അങ്ങോട്ട് കൊണ്ടുപോകുള്ളൂ. നമുക്ക് പോകുന്ന വഴിക്ക് കാണാൻ പറ്റുമോ ആനകളെ? വണ്ടി എടുത്തോണ്ട് അങ്ങോട്ട് പോയാൽ മതി, ചിലപ്പോൾ കാണാം. കൂത്താങ്ങോട്ട് കണ്ട് മടുത്തു അല്ലേ? കണ്ടോ ഈ മരത്തിൽ പിടിച്ചിരിക്കുന്ന വള്ളി കണ്ടോ? 15 കൊല്ലമായിട്ട് പിടിച്ചാണ്. കാണുമ്പോൾ എല്ലാവർക്കും നിസ്സാരമാണ്. മരങ്ങളെ കാടുകളിൽ മുഴുവൻ നശിപ്പിച്ച് കളയുന്ന ഒരു ക്യാൻസർ വള്ളി അത്. ഈ വള്ളി പിടിച്ചു പോയാൽ 35 കൊല്ലം കഴിയുമ്പോൾ ഈ വമ്പം മരത്തെ ഇവൻ തിന്ന് തീർത്തിട്ട് മരമായിട്ടും പോകും. വെട്ടിക്കളഞ്ഞാൽ ഇതുപോലെ തന്നെ നൂല് പോലെ പിന്നെ ഇറങ്ങി വന്ന് കാറ്റിലാടി വീണ്ടും മരത്തെ പിടിച്ചു ഒതുക്കും. ഒരിക്കലും ഇവിടുന്ന് പോവില്ല. ഇതിൻ്റെ വേരുകൾ ഉറപ്പിച്ചത് മുകളിലാണ്. ഇത് ഉണ്ടാവണം നിലത്ത് നിന്നല്ല. ഈ വള്ളിയുടെ കായകൾ ഈ ചെറിയ ഇലയിലുണ്ടാകുമ്പോൾ അത് കാപ്പിക്കുരു പോലെയാണ്. അത് പക്ഷികൾ കഴിച്ചിട്ട് അടുത്ത മരത്തിൻ്റെ മുകളിൽ പോയി കാഷ്ടിച്ച് വെച്ച് മഴ പെയ്ത് ഈർപ്പം തട്ടുമ്പോൾ ഇതേപോലെ മുകളിൽ നിന്ന് ഇറങ്ങി വരും. ഇത് കണ്ടോ? എന്നിട്ട് ഭൂമിയിൽ എടുത്ത് കൊടുത്ത് കെട്ടിപ്പിടിക്കുകയാണ്. പിടിച്ചിരിക്കുന്ന ഈ മരമാണ് ഏഴിലംപാല. ഏഴിലംപാല, ചേല. ചേല ഉണ്ടോ? 180 വയസ്സ് പ്രായമുള്ളൊരു മരമാണ്. അതിൻ്റെ പേര് ചീനി. ആ മരം ഉപയോഗിക്കുന്നത് കടലിൽ ചാളത്തടി വഞ്ചിയൊക്കെയായിട്ട് ഉപയോഗിക്കുന്ന ഒരു പൊങ്ങ് തടിയാണ്. അതിൻ്റെ പേര് ചീനി എന്നാണ്. ഇത് ചെറുതാണ്. ഇതിലും വലുത് ഒത്തിരി മരങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രവേശനമില്ല. ഉരുളക്ക ഉണ്ടാക്കണേ നല്ല മരമാണ് ഇത്. 35 കൊല്ലമായി കിടക്കണു. അതിൻ്റെ വെള്ളയൊക്കെ പോയി. പിന്നെ ഇത്രയും മിനുസം മരം കാരണം ഒത്തിരി കപ്പിൾസ് വന്ന് ഇരിക്കുന്ന സ്ഥലമാണ്. നമ്മൾ ഏത് വനത്തിൻ്റെ ഉള്ളിൽ കൂടെ പോയാലും നമ്മുടെ തൊട്ട് മുമ്പിൽ കടുവയോ അല്ലെങ്കിൽ വന്യജീവികളോ അല്ലെങ്കിൽ ആനയോ നമ്മുടെ മുമ്പിൽ വന്ന് നിൽപ്പുണ്ട്. നമുക്ക് കടന്നു പോകാൻ പറ്റില്ലെങ്കിൽ നമ്മൾ വേഗം ആ പരിസരത്ത് നിന്ന് നല്ല കല്ലെടുത്ത് 2 ഇടി കൊടുത്താൽ അവരപ്പം ഓടും. അതൊന്ന് ശ്രദ്ധിച്ച് കാണിച്ച് നിങ്ങൾ നോക്കിക്കൊള്ളണം. ആ ഇടിക്കുമ്പോൾ ഉള്ള ആ ശബ്ദം ഇതെല്ലാം കല്ലിടിച്ച പാടാണ്. ഇവിടെ നമ്മളൊരു കല്ലെടുക്കണം. ആ കല്ല് കൊണ്ട് ഇങ്ങനെ ആഞ്ഞിരിക്കണം. അപ്പോൾ അതിൻ്റെ മുഴക്കം കേട്ടോളണം. ഇത് മനുഷ്യനാണ് ചെയ്യണമെന്നറിയാം. അതുകൊണ്ട് വേഗം പോവും. ഇടിക്കുമ്പോൾ കല്ലുകൊണ്ട് ഇടിക്കുമ്പോൾ ഒച്ച കേൾക്കുന്നത് കാട് മുഴുവൻ മുഴങ്ങുന്നുണ്ട്.
കണ്ടോ ഭയങ്കര ബാസിലാണ്. ഇത് ഫുള്ളിങ്ങനെ ആളുകൾ ഇങ്ങനെ ഇതിങ്ങനെ സൗണ്ട് കേൾക്കുമെന്ന് അറിഞ്ഞിട്ട് ഇതിങ്ങനെ ഇടിച്ച് നോക്കിയിരിക്കുന്ന പാടാണ്. പറഞ്ഞതുപോലെ തന്നെ 37 കൊല്ലം കൊണ്ട് ആ ക്യാൻസർ വള്ളി ഒരു ചെറിയ തലമുടി നാര് പോലെ മരത്തിൽ വന്നു കൂടിയാണ്. 37 കൊല്ലം കഴിഞ്ഞപ്പോൾ ആ മരത്തിനെ ചുറ്റി വരിഞ്ഞ് മുറുക്കി ഭൂമിയിലെ വെള്ളവും മരത്തിൻ്റെ വെള്ളവും വലിച്ച് ആ മരത്തിനെ ഉണക്കിയ കിടക്കണ്ടോ. ആ മരം ഇനി അവിടെ വെച്ച് ഒടിഞ്ഞു പോകും. ബാക്കിയുള്ള മരം ആ വള്ളിയുടെ ഉള്ളിൽ പൊടിഞ്ഞിരിക്കുക. ഈ സമയം കൊണ്ട് ആ വള്ളി ചെയ്ത പണിയുണ്ട്. 3 സ്ഥലത്തേക്കായിട്ട് ആ വള്ളി മരമായിട്ട് പോയി. വേറെ മരത്തിലേക്ക് വേറെ വള്ളി മരമായി. ചില മനുഷ്യരിലുണ്ട് ഇങ്ങനെ. അത് കൊള്ളാം, അത് വെറൈറ്റിയാണ്. അങ്ങനെ ഒരു ടോക്ക്. 30 പേര് അതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കാം. ഇത് ഭൂതങ്ങളുടെ ഗുഹയാണെന്നാണ് ഇതിൻ്റെ ഐതിഹ്യം പറയണത്. അതിൻ്റെ ഉള്ളിൽ നമ്മളൊരു 15 മീറ്റർ വരെ കയറി ചെന്ന് നമ്മൾ നോക്കുമ്പോൾ കൂരിരുട്ടാണ്. മൊബൈൽ വെട്ടം കൊണ്ട് പോകണം. കൂടുതൽ പോയാൽ ആ മലയുടെ അപ്പുറത്ത് ചെന്ന് കടന്നു പോകും. കടന്നിട്ട് പിന്നെ ആ വഴിക്കൂടെ വരാനൊക്കെ മറ്റൊരു വഴിക്കൂടെ വരാം. ഇതിനകത്താണ് എല്ലാം. രാവിലെ പോയി എല്ലാം ലൈറ്റ് അടിച്ച് നോക്കിയിട്ട് ഇഴജന്തുക്കൾ എന്തെങ്കിലുമൊക്കെ ജീവികൾ കയറി ഇരിപ്പുണ്ടോയെന്ന് വാച്ചർമാർ വന്ന് നോക്കിയിട്ടാണ് നിങ്ങളെ കയറ്റി വിടുന്നത്. അതുകൊണ്ട് ധൈര്യമായിട്ട് പോക്കോ. ഇഷ്ടം പോലെ എവിടം വരെ പോവോ അവിടം വരെ പോക്കോ. ഓക്കെ. ഭൂതങ്ങൾ താമസിച്ചു എന്ന് പറയുന്ന ഗുഹയുടെ അങ്ങോട്ടേക്കാണ് നമ്മൾ കയറി പോകുന്നത്. അങ്ങോട്ടേക്കുള്ള വഴി അത് ഞാൻ കാണിച്ചു തരാം. ഇതാ ഇത് കണ്ട് ഇതുപോലെ ഉള്ള രീതിയിൽ ഒരു കല്ലിന് ഇടയിലുള്ള ഒരു ഗുഹാഭാഗമാണ്. ഇവിടെ ഇരുട്ടച്ച് കുഞ്ഞൊക്കെ കയറി പോകേണ്ടി വരും. നമ്മുടെ പുറകിലൊരു ബാഗ് ഉള്ളതുകൊണ്ട് കയറി പോകാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. ബാഗ് പിടിച്ചാലും പിടിക്കാൻ പാടില്ല, കുഴപ്പമില്ല. ഇത് വേണം പിടിച്ച ഫ്രണ്ടിൽ. ഓക്കെ, എട്ടയില്ലായിരിക്കും അല്ലേ? ആ പോട്ടെ, പോകാനുണ്ടല്ലേ? ആരും പേടിക്കൂല. ഓക്കെ. വാ, ഇത് അടിപൊളിയാണ് കേട്ടോ. നമ്മൾ ആ ഗുഹയ്ക്കകത്തൂടെ കയറുകയാണ്. ഇതിനകത്ത് മുഴുവൻ വവ്വാലൊക്കെ ഉണ്ട്. ഇതിൻ്റെ അകഭാഗം കാണിച്ചിരുന്നത് ഇതുണ്ടോ? ഇതുപോലെ നമുക്ക് ഇങ്ങനെ കയറി പോവാം. ഏറമ്മ ഷൂട്ട് ചെയ്ത് ഇതിനകത്തല്ലാണോ? മണിയം പോയ വഴി പോലെ ഉണ്ടല്ലോ. ഫ്ലാഷ് വേണ്ടി വരും. ഭീകരമാണോ? വവ്വാല് വന്ന ഓടാൻ പോലും പറ്റൂല. ആണോ? താഴോട്ടൊന്ന് വെട്ടടിച്ചേ കേറാല്ലേ? ഇവിടെ ശരിയാ, ഇത് കേറി പോവാല്ലേ? കടുവയോ കരടിയോ അങ്ങനെ അത് വവ്വാല. അതെ, എവിടെ എവിടെ തിരിച്ചേ വവ്വാല് പറക്കുന്നുണ്ട് ഈ സൈഡിൽ. ആ ചെറുതാ, തീരെ ചെറുതാ. കൊറേ ഉണ്ടല്ലേ? നമ്മൾ വീണ്ടും ഗുഹയുടെ വെളിയിലോട്ട് ഇറങ്ങി വരിക. ഓക്കെ, ഓക്കെ അല്ലേ? ആ ഓക്കെ. നൈസ് ആംബിയൻസ് ആട്ടോ. അപ്പോൾ എന്താ ഏട്ടാ ഇതിൻ്റെ കഥകൾ, ഇവിടുത്തെ നമ്മുടെ ഭൂതത്താൻകെട്ടിലെ കാഴ്ചകളും കഥകളും ഒക്കെ എന്താ? ഇതിൻ്റെ കഥകളെന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ഗൈഡില്ലാതെ എല്ലാവരും വരും. ഈ പാറപ്പുറത്ത് നിന്ന് കുറേ ഫോട്ടോ എടുക്കും, ഒന്ന് ഡാൻസ് കളിക്കും, അവരങ്ങ് പോകും. പക്ഷേ ഇതിൻ്റെ കഥ എന്നാണെന്ന് അവർക്ക് ഇതുവരെ മനസ്സിലായില്ല. അങ്ങനെ കഥ അറിയണമെങ്കിൽ തന്നെ ഏതെങ്കിലും എന്നെപ്പോലെയുള്ള വേറെ ഗൈഡുണ്ട്, അല്ലെങ്കിൽ ഞാനുണ്ട്, ആ ഗൈഡിനെ കൊണ്ട് വരണം. എന്തായാലാണ് ഇതിൻ്റെ കഥ മനസ്സിലാവുള്ളൂ. ഇനി ഞാൻ കഥയിലേക്ക് പോവാണ്, വളരെ ശ്രദ്ധിച്ച് കേട്ടോണം. കേരളത്തിൽ 44 നദി ഒഴുകുന്നതിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. ആ പെരിയാറിൻ്റെ ഹൃദയഭാഗത്താണ് നമ്മളിരിക്കുന്നത്.
ഈ 44 നദി ഒഴുകുന്നതിൽ 3 നദി മാത്രം കിഴക്കോട്ടും പോയിട്ട് 41 നദി പടിഞ്ഞാട്ടും ഒഴുകണേ. 3 നദി കിഴക്കോട്ട് ഒഴുകുന്ന കബനി, ഭവാനി, പാമ്പാർ. ഏറ്റവും നീളം കൂടിയത് പെരിയാറും ഏറ്റവും വീതിയുള്ളത് ഭാരതപ്പുഴയും. ഇതിൻ്റെ നീളം 244 കിലോമീറ്ററാണ്. ഈ പെരിയാറിൻ്റെ അങ്ങേവശം എറണാകുളം ജില്ലയാണ്, ആൾക്കാർ താമസമുണ്ട്. നമ്മൾ ഇരിക്കുന്ന ഇടുക്കി ജില്ലയാണ്. ഈ 2 ജില്ലയുടെ നടുക്കായിട്ടാണ് പെരിയാർ ഒഴുകുന്നത്. നമ്മൾ ഈ കാണുന്ന വലിയ പാറക്കെട്ടുകളാണ് ഭൂതം കെട്ടിയത്. പക്ഷേ ഈ ഭൂതം കെട്ടിയതിൻ്റെ 1/3 ഭാഗമുള്ളൂ. ഒന്ന് കാണിച്ചു തരാം. ആ കാണുന്ന 1/3 ഭാഗമുള്ളൂ. കാരണം ഇതിൻ്റെ 2 ഭാഗങ്ങൾ 1957 ഭൂതത്താൻകെട്ട് പഴയ ഡാം പണിത് ആ 15 ഷട്ടർ ഓപ്പൺ ചെയ്തപ്പോൾ ആലുവയ്ക്ക് പോകുന്ന വെള്ളം ഇവിടെ തടഞ്ഞു നിന്നുകൊണ്ട് അന്നത്തെ സർക്കാർ എഞ്ചിനീയർമാർ കൂടി 3 സ്ഥലങ്ങളിൽ തോട്ടം വെച്ച് പൊട്ടിച്ചു കളഞ്ഞു. അപ്പോൾ ആ ഭൂതം കെട്ടിയതിൻ്റെ 1/3 ഭാഗമുള്ളൂ. ഒരു 15 കിലോമീറ്റർ എന്ന അതിഭയങ്കരമായിട്ട് ഭീകരത തോന്നുന്ന, പേടി തോന്നുന്നതായിട്ട് 5 ക്ഷേത്രങ്ങൾ ഇവിടെ മുടിഞ്ഞ് കിടപ്പുണ്ട്. അതിൽ 3 ശിവക്ഷേത്രവും ഒരു ദുർഗാദേവി ക്ഷേത്രവും ഒരു ശ്രീ അയ്യപ്പൻ്റെ ക്ഷേത്രമുണ്ട്. ഈ ക്ഷേത്രങ്ങൾ കൂടാതെ ആയിരക്കണക്കിന് മുനികൾ തപസ്സിരുന്ന അറകളുണ്ട്. 35 കിലോമീറ്റർ കാട്ടിക്കട മാത്രം സഞ്ചരിച്ചാൽ നമ്മൾ പോയി എത്തുന്നത് 4 സൈസ് ആദിവാസികളുള്ള ഊരിലാണ്. ആ ഊരിൽ ചെല്ലുമ്പോൾ ഒരു മലയുണ്ട്. ആ മലയുടെ പേര് കാറ്റൂതി മലയെന്നാണ്. ആ മലയുടെ മുകളിൽ ചെല്ലുമ്പോൾ നമുക്ക് കുറേയൊക്കെ വിശ്വാസം വരും. 2000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യനെ ബലി കൊടുക്കുന്ന ബലിപ്പാടൊക്കെ എല്ലാം പോയി കണ്ടിട്ടുള്ളതാണ്. ഈ വനാന്തരങ്ങളിലൊക്കെ മനുഷ്യൻ ജീവിച്ചതിൻ്റെ ഏക തെളിവാണത്. പക്ഷേ അന്ന് ഇവിടെ ജീവിച്ചിരുന്ന മനുഷ്യർ മുഴുവൻ ഹിന്ദുക്കളായിരുന്നു എന്നാണ് ഐതിഹ്യം പറഞ്ഞത്. ഹിന്ദു പുരാണം അനുസരിച്ച് പരമശിവൻ, പാർവതി, ഗംഗാദേവി, മഹാവിഷ്ണു, ഗണപതി, സരസ്വതി, അങ്ങനെ ഒത്തിരി ദൈവങ്ങളുണ്ടെങ്കിലും പ്രധാനപ്പെട്ട ഒരു ദൈവമാണ് പരമശിവൻ. ഇനിയാണ് ഇതിൻ്റെ കഥ. പരമശിവൻ്റെ ജടയ്ക്കുള്ളിൽ ഒരു പെണ്ണിരിപ്പുണ്ട്, അതാണ് ഗംഗാദേവി. പക്ഷേ പുള്ളി തപസ്സെന്ന് പറഞ്ഞ് പോയത് ഗംഗാദേവിയെ കൊണ്ടാണ്. അവിടെ പോയി 2 പേര് സെറ്റിലായി ഇങ്ങനെ സൂചിച്ചിരിക്കുമ്പോഴാണ് സ്വന്തം ഭാര്യ ഇവിടെ നിന്ന് അന്വേഷിച്ച് തീർച്ചയുള്ളത്. 2 ദേവികളും തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊമ്പ് കോർത്ത നോട്ടം നോക്കിയപ്പോൾ ശിവൻ അവിടെ നിന്ന് പയ്യെ മുങ്ങിയ പോയി. അവിടെ തോറ്റ പാർവതി കല്ലിതുള്ളി ഒരു അഗ്നിജാലയെ പോലെ പെരിയാറിലേക്ക് വന്ന് താടയ്ക്ക് കൈ കൊടുത്ത ഒരൊറ്റ ഇരിപ്പാണ്. ഇരുന്നാലോചിച്ച് മറ്റൊന്നുമല്ല. എൻ്റെ ഭർത്താവിനെ അപകരിച്ചെടുത്ത തൃക്കാരൂർ ദേശം നശിപ്പിച്ച് ശിവനെ അവിടെ നിന്ന് ഇളക്കണം. അതിന് തോക്കും തോട്ടയും പോകുമ്പോഴൊന്നുമില്ല. പിന്നെ ഇങ്ങനെ ഇളക്കും. 3 ദിവസക്കാലം പാർവതി ഇങ്ങനെ താടയ്ക്ക് കൈ കൊടുത്തിരുന്നപ്പോൾ 4ാമത്തെ ദിവസം പാർവതിക്ക് ഒരു ചെറിയ ഐഡിയ കിട്ടി. ആ തോടിൻ്റെ തൊട്ട് താഴെ പെരിയാറിന് വട്ടം ഒരു അതിഭയങ്കരമായ ഒരു കൂറ്റൻ ചിറ കെട്ടി ഈ വെള്ളത്തെ ഇവിടെ തടഞ്ഞു നിർത്തിയാൽ ഈ വെള്ളം കപ്രിക്കാട്, പാണേലി, പോര, കോടനാട്, ആലുവ, മലയാറ്റൂർ വന്ന വെള്ളം വൻ ശക്തിയായിട്ട് ഒഴുകി ചെന്നാൽ ആദ്യം മുങ്ങുന്നത് തൃക്കാരൂർ ക്ഷേത്രം, 2ാമത് കോതമംഗലം, 3ാമത് പിണ്ടിവിനക്കര. ഈ 3 കര ഇങ്ങനെ ഒരു ചിറ കെട്ടിയ വെള്ളത്തിനടിയിലായി പോകും. ശിവൻ അവിടെ നിന്ന് ഇളകും. സന്തോഷമായി. എത്രയും വേഗം ഈ ചിറ കെട്ടണം. സ്വന്തമായിട്ട് കെട്ടാൻ കഴിവില്ലാത്ത പാർവതി ഇത് കെട്ടാൻ വേണ്ടി നേരെ പോയത് ഭൂതഗണങ്ങളുടെ അടുത്തേക്കാണ്. എല്ലാ ഭൂതങ്ങളെയും കണ്ട് ഒരു കൂട്ടായ്മ ഇവിടെ വിളിച്ച് ഈ വർക്ക് അവരെ ഏൽപ്പിച്ചപ്പോൾ പക്ഷേ അവരൊരു എഗ്രിമെൻ്റ് വെച്ചു. ഒരു രാത്രി, ഒറ്റ രാത്രി വരാൻ, പിന്നെ വിളിച്ചാൽ വരില്ലാതെ. കാരണം ഞങ്ങൾ ഭൂതഗണങ്ങളെല്ലാം ശിവൻ്റെയാണ്. പാർവതി പറഞ്ഞുകൊണ്ട് ഒരു രാത്രി. ശരി, ഒരു രാത്രി കൊണ്ട് പൂർത്തിയാക്കാൻ കഴിവുണ്ട്, എത്രയും വേഗം ചെയ്യാൻ പറഞ്ഞ് എല്ലാ ഭൂതങ്ങളും ആ ഭാഗത്തുനിന്ന് പൊക്കത്തിൽ അങ്ങേറ്റം വരെ കെട്ടി. അപ്പുറേന്ന് കെട്ടിക്കൊണ്ട് കൊണ്ടുവന്നു. ചെന്നാൽ കാണാം ഇത്രയും രീതിയിൽ വരുന്ന ഈ പെരിയാറ് ഒരു കൈത്തോടാക്കി വെച്ചു. എന്നിട്ട് അവിടെ അടയ്ക്കാനുള്ള 12 കല്ലും അപ്പുറം കൊണ്ടുവച്ചിട്ട് എല്ലാ ഭൂതങ്ങളും കുറച്ച് നേരം വിശ്രമിക്കാനിരുന്നു. വിശ്രമം കഴിഞ്ഞ് കൊണ്ടുപോയി വെച്ച കല്ലെടുത്ത് അടച്ച് പടി പൂർത്തീകരിച്ച് വാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ശിവന് തോന്നിയത് കാൽഭാഗം കൊണ്ട് അടച്ച വെള്ളം അങ്ങോട്ട് ഒഴുകൽ, ഇതെല്ലാം വെള്ളത്തിനടിയിലായിപ്പോയി. ഇത് തടയണം, തടഞ്ഞേ പറ്റുള്ളൂ. ബുദ്ധിമാനായ പരമശിവൻ തൃക്കാര് ഭാഗത്തുനിന്ന് നല്ല അഴകൊള്ള ഒരു പൂവൻ കോഴിയുടെ വേഷത്തിൽ പറന്ന് ആ കാടിനകത്തൊരു കൂർത്ത കല്ലിൻ്റെ മുകളിൽ കയറി അനങ്ങാതിരുന്നു. പക്ഷേ ഇത് ഭൂതങ്ങൾ അറിയുന്നില്ല. ഭൂതങ്ങളുടെ വിശ്രമം കഴിഞ്ഞ് ആ കല്ലെടുത്ത് അടയ്ക്കാമെന്ന് കരുതി എല്ലാ ഭൂതങ്ങളും മട്ടകസിച്ച് ഓടിച്ചെന്ന് കല്ലെടുക്കാൻ കുനിഞ്ഞപ്പോൾ ആ കൂർത്ത കല്ലിൻ്റെ മുകളിൽ കയറുന്ന 2 ചിറകളിട്ട് അടിച്ച് ഉറക്കെ 3 പ്രാവശ്യം കോഴിയായിട്ട് നീട്ടി അങ്ങോട്ട് കൂവി. ഈ കോഴി കൂവിക്കഴിഞ്ഞാൽ നേരം വെളുത്ത് പോയാൽ ഈ ഭൂതപിശാചുകളുടെയൊക്കെ ശക്തി പോകും. ഇവർക്ക് രാത്രി മാത്രമേ ശക്തിയുള്ളൂ. അതിൽ തലവനായ ഭൂതം പറഞ്ഞു, ഒരു നിമിഷം പോലും നിൽക്കേണ്ട, ജനങ്ങൾ നമ്മളെ കണ്ടറിയും. ഈ പണി ഇവിടെ അവസാനിപ്പിക്കുന്നതല്ല, അവസാനിച്ച് കടന്നുപോയി. അങ്ങനെയാണ് ആ ഗ്യാപ്പ് കടന്ന് അപ്പുറം കയറി ചെന്ന ആ 12 കല്ല് ഇപ്പോഴും സുരക്ഷിതമായിട്ട് ഇരിപ്പുണ്ട്. ആ 12 കല്ലും തൊട്ട് ഇങ്ങാപ്പുറം കാണുന്ന ആ മരക്കാനത്ത് ഇവിടെ വരുന്ന എല്ലാ കപ്പിൾസിലും സ്വൈര്യമായിട്ടിരിക്കാനുള്ള ഒരു സ്ഥാപനം കൂടെ ഈ ഭൂതങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതും ഇതിനകത്ത് കാണുന്ന 5 ക്ഷേത്രങ്ങളും മുനി അറകളും മനുഷ്യനെ ബലി കൊടുക്കുന്ന കല്ലും ഓടും നിങ്ങൾ കയറിക്കണ്ട ഗുഹയും ഈ കെട്ടും കണ്ടിട്ടാണ് ഇതിന് സത്യത്തിൽ ഈ ഭൂതത്താൻ കെട്ടെന്നുള്ള പേര് വരാനുള്ള കാരണം. ഇതാണ് ഇതിൻ്റെ ഐതിഹ്യ കഥ, അല്ലെങ്കിൽ അന്ന് കാലത്ത് ഐതിഹ്യ കെട്ടുകഥ.
അപ്പോൾ ചേട്ടൻ നമുക്ക് ഇതിൻ്റെ കഥകളും കാര്യങ്ങളും എല്ലാം പറഞ്ഞു തന്നു. അന്ന് പ്രചരിച്ചിരുന്ന ആ ഒരു കഥ, അതായത് ഈ ഭൂതത്താൻകെട്ട് എന്നുള്ള ഈ പേര് വരാനുണ്ടായ കാരണമുള്ള ഈ കഥയാണ് ചേട്ടൻ പറഞ്ഞു തന്നത്. ഇത് പണ്ട് തൊട്ടേ ഇങ്ങനെ പറഞ്ഞു വന്ന് പല ആളുകളിൽ നിന്ന് കേട്ട് വന്നിട്ടുള്ള ആ ഒരു ഇതാണ്. ഇതിനുള്ള ലീഗലായിട്ടുള്ള ഇതിനുള്ള പ്രൂഫുകളും കാര്യങ്ങളും ഒന്നും നമുക്ക് ഇല്ല. ഇതുപോലെ പലരും പറഞ്ഞു കേട്ട കഥകളിലൂടെയാണ് ഇവിടുത്തെ ഡീറ്റെയിൽസ് നമ്മൾ അറിയുന്നത്. അപ്പം ചേട്ടൻ പറഞ്ഞ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാം. ഇത് കൂടുതൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് കമൻറ്റായിട്ട് എഴുതുക. ഇതെല്ലാം മറ്റെന്തെങ്കിലും കഥകൾ ഇതിൻ്റെ ഭാഗത്തുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അതുകൊണ്ട് ഒന്ന് എഴുതിയേക്കുക. എറണാകുളം ജില്ലയിൽ കോതമംഗലം താലൂക്കിലാണ് ഭൂതത്താൻകെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഗൂഗിൾ മാപ്പിൽ ഭൂതത്താൻകെട്ട് എന്ന ലൊക്കേഷൻ സെർച്ച് ചെയ്താൽ കറക്റ്റ് ലൊക്കേഷൻ തന്നെയാണ്. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള സ്ഥലം ആയതുകൊണ്ട് ലൊക്കേഷനിൽ വേറെ കൺഫ്യൂഷനൊന്നും വരാനില്ല. വെള്ളം ഒഴുകിയിട്ടുള്ള കല്ലിൻ്റെ ഒരു ടെക്സ്ചറൊക്കെ കണ്ടോ. പാറക്കൂട്ടങ്ങളും മലനിരകളും ഒക്കെയുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളും അതുപോലെ ഭൂതം കെട്ടി എന്ന് പറയുന്ന ആ പാറക്കെട്ടുകളും ഒക്കെയുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ള ഈ മനോഹരമായിട്ടുള്ള കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് എഴുതാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ പുതിയ വീഡിയോകളും വിശേഷങ്ങളായിട്ട് വരുന്നതിന് വരെ എല്ലാവർക്കും ബൈ ബൈ. അമ്പൽ വീരിഞ്ഞതുപോലെ അമ്മയുടെ പൊന്നറമുത്തേ ഉണ്ണിക്കാലോടി വളരണ അച്ഛനറിഞ്ഞില്ലടാ. ഒരടി വെക്കണ പ്രായം പണ്ട് കഴിഞ്ഞുടി പെണ്ണ് അമ്പിളി മാമനുദിച്ച് നിൽക്കണ പോലൊരു പെണ്ണ്. പെണ്ണൊരുത്തി വീട്ടിൽ ജനിച്ചാലോ പൊന്നേ അച്ഛനും അമ്മയ്ക്കുറക്കമില്ല. പെണ്ണു വളരണ കണ്ട് ഉള്ളിലെത്തിയാണ് പൊന്നെ. കൂടപ്പിറപ്പിനെ പോലും നമ്പിടാൻ പറ്റാത്ത കാലം. തടി മൂടിയും നരച്ച് പ്രായമുള്ളൊരപ്പുപ്പന്മാരോ വാക്കിനാൽ മാനിതയാണേ നോക്കിനാ മുള്ളും മുനയും. കാലത്തിൻ്റെ പോക്കത് കണ്ടാലോ പൊന്നേ നടുമൂടിയണ പോക്കാണേ. അമ്പൽ വീരിഞ്ഞതുപോലെ അമ്മയുടെ പൊന്നറമുത്തേ ഉണ്ണിക്കാലോടി വളരണ അച്ഛനറിഞ്ഞില്ലടാ. ഒരടി വെക്കണ പ്രായം പണ്ടേ കഴിഞ്ഞുടി പെണ്ണെ അമ്പിളി മാമനുദിച്ച് നിൽക്കണ പോലൊരു പെണ്ണ്. പെണ്ണൊരുത്തി വീട്ടിൽ ജനിച്ചാലോ പൊന്നേ അച്ഛനും അമ്മയ്ക്കുറക്കമില്ല. പെണ്ണു വളരണ കണ്ട് ഉള്ളു കീടുങ്ങണു പെണ്ണെ. ആണിൻ്റെ കയ്യിലേക്കായാൽ അതിയൊന്നൊതിങ്ങനെ പെണ്ണെ. പെണ്ണു വളരണ കണ്ട് ഉള്ളു കീടുങ്ങണു പെണ്ണെ. ആണിൻ്റെ കയ്യിലേക്കായാൽ അതിയൊന്നൊതിങ്ങനെ പെണ്ണെ. കാലം കെട്ട കാലമ പെണ്ണെ കണ്ണ് തെറ്റ പീഡനമാണ്. നാടുവാഴും തമ്പുരന്മാരും എല്ലാത്തിനും കൂട്ടതുമാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാടാണേ കേരള നാട്. ദൈവത്തിനും സ്വസ്ഥതയില്ലാതെ അമ്പൽ വീരിഞ്ഞതുപോലെ അമ്മയുടെ പൊന്നരമുത്തേ ഉണ്ണിക്കാലോടി വളരണ അച്ഛനറിഞ്ഞില്ലടാ. ഒരടി വെക്കണ പ്രായം പണ്ടേ കഴിഞ്ഞുടി പെണ്ണെ അമ്പിളി മാമനുദിച്ച് നിൽക്കണ പോലൊരു പെണ്ണ്. പെണ്ണൊരുത്തി വീട്ടിൽ ജനിച്ചാലോ പൊന്നേ അച്ഛനും അമ്മയ്ക്കുറക്കമില്ല. ഓക്കെ അടിപൊളി.